ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് അത് SDP പിന്തുണയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. SDP പിന്തുണ സ്വീകരിക്കുമെന്ന് CPM നിലപാടെടുത്തതോടെ ആളിക്കത്തുകയാണിപ്പോൾ നേമത്തെ പ്രചാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി ഉണ്ടായ ന്യൂനപക്ഷ ഏകീകരണം തടയാനാണ് CPMന്റെ നീക്കം. ഡീൽ ആരോപണങ്ങൾക്ക് പിന്നാലെ എത്തിയ SDP വിഷയം വലിയ പ്രചാരണ ആയുധമാക്കുകയാണ് കോൺഗ്രസും BJPയും. തിരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി നേമം മാറിക്കഴിഞ്ഞു. CPMന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മന്ത്രി V ശിവൻകുട്ടിയെ പിന്തുണയ്ക്കുമെന്ന് SDP പരസ്യമായി പ്രതികരിച്ചതോടുകൂടി അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. ഏതായാലും CPM എടുത്തിരിക്കുന്ന ഒരു നിലപാട് കാലങ്ങളായി SDP-ക്കും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരായ നിലപാട് സ്വീകരിക്കുന്ന CPM എന്നാൽ നേമത്തെ പിന്തുണ സ്വീകരിക്കുകയാണ്. ആര് വോട്ട് ചെയ്താലും അത് സ്വീകരിക്കുമെന്നുള്ളത് മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കുന്നു. അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ, ആ വോട്ടുകൾ UDFിലേക്ക് ഏകീകരിക്കാൻ പാടില്ല. ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. എൻ്റെ നിയമ നിയോജക മണ്ഡലത്തിൽ ആരെനിക്ക് വോട്ട് ചെയ്താലും ആ വോട്ട് ഞാൻ സ്വീകരിക്കും. സ്ഥാനാർത്ഥി ആദ്യം ഇറക്കുന്നത് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കത്താണ്. സ്ഥാനാർത്ഥി എഴുതുമോ ഇന്ന വിവാഹത്തിൽപ്പെട്ടവർക്ക് മാത്രം എനിക്ക് വോട്ട് ചെയ്താൽ മതി, മറ്റുള്ളവരാരും വോട്ട് ചെയ്യേണ്ടതെന്ന്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്നാൽ ശിവൻകുട്ടിയുടെ ഈ നിലപാട് ഇരട്ടത്താപ്പാണ് എന്നാണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ആരോപണം. അതാണല്ലോ ഇരട്ടത്താപ്പ്. ഇതെല്ലാം ഞാൻ പറഞ്ഞത്. കോൺഗ്രസും CPM എന്താണ് വ്യത്യാസം? ശബരിമല കൊള്ളയിൽ ഒന്നാണ്, അഴിമതിയിൽ ഒന്നാണ്, വികസനം ഇല്ലായ്മയിൽ ഒന്നാണ്, പ്രീണ രാഷ്ട്രീയം ജമാഅത്തോ SDP ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നതിൽ ഒന്നാണ്. ഈ SDP-യും ജമാഅത്തെ ഇസ്ലാമിയും പോലെ അപകടമായ സംഘടനകളൊപ്പം രാഷ്ട്രീയം ചെയ്യുന്നത് നാടിന് ഗുണം ചെയ്യില്ല. നേമത്തെ പ്രത്യേക സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ലഭിച്ചാലേ ആർക്കായാലും അവിടെ നിന്ന് ജയിച്ചു വരാൻ കഴിയുകയുള്ളൂ. എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി വോട്ടുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും ഇത്തരത്തിലുള്ള വിഭാഗങ്ങളുടെ വോട്ടുകൾ വേണം. ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് CPM SDP പിന്തുണയെ അംഗീകരിക്കുന്നത്. LDFും BJP ഒരുമിച്ച് സഖ്യകക്ഷിയായിട്ട് മത്സരിക്കുമ്പം SDP-യുടെ പ്രസിഡന്റ് LDFനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ BJP സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് തോന്നുന്നു. എന്നാൽ CPM ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് UDFന് അനുകൂലമാകുമെന്നുള്ളതാണ് KS ശബരിനാഥൻ അടക്കമുള്ള UDF നേതാക്കളുടെ വിലയിരുത്തൽ. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.